ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആ ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഡെയിലി വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിഷൊക്കെ ഞാൻ ആദ്യമേ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഷിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇത് നമ്മൾ പോയിട്ട് ചൂണ്ടിട്ടിട്ട് പിടിക്കുന്ന അങ്ങനെ കിട്ടിയിട്ടുള്ള മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ സാധാരണ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് മീൻ വാങ്ങിക്കുമ്പം നമ്മൾ ഇന്ന മീൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ വാങ്ങിക്കുക. ഇപ്പോൾ ഇതിൽ 2 ടൈപ്പ് മീൻ പെട്ടിട്ടുണ്ട്, പക്ഷേ ഞാനത് മാറ്റുന്നൊന്നുമില്ല. ആ 2 ടൈപ്പും നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫിഷും എടുക്കാം. ഈവൻ നമ്മൾ വാങ്ങിക്കുന്ന മത്തിയാണെങ്കിലും എടുക്കാം. നമ്മൾ ചില ഭാഗത്തൊക്കെ ചാളാന്ന് പറയാറില്ലേ, അത് വേണേലും എടുക്കാം. അപ്പോൾ ഏത് ടൈപ്പ് ഫിഷ് ആയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്യണം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫിഷ് ഫ്രൈ റോസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മസാല തേച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടിയാണ്, അതൊരു 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. നന്നായിട്ട് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഈ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് എരിവിൽ മീൻ പൊരിച്ചെടുക്കണ്ട കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും താഴെ കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കുന്നുണ്ട്, അത്രയും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഇത്തിരി വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കട്ടിയായിട്ടുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്കത് മീനിൽ തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് പാടായിരിക്കും, അത് നിൽക്കില്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഓരോ മീനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മീനിൻ്റെ ഉൾവശവും അതുപോലെ കട്ടായിട്ടുള്ള ഭാഗത്തും എല്ലാം തന്നെ സാധാരണ നമ്മൾ മീൻ മസാല പുരട്ടി വെക്കുന്ന പോലെ തന്നെ പുരട്ടി വെക്കാം. ഇതുപോലെ നമ്മുടെ മീനിലെല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതൽ നല്ലതാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 30 മിനിറ്റെങ്കിലും വെച്ചുകൊണ്ടിരുന്നാലാണ് ആ മസാല നന്നായിട്ട് തന്നെ അതിലേക്ക് പിടിച്ചിട്ട് കിട്ടുക. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നാടൻ സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ മീനായിട്ടും ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് ഹാർഡായിട്ട് ഫ്രൈ ആയിട്ട് പോകരുത്. അതായത് ഇപ്പോൾ സാധാരണ പലരും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കും. അങ്ങനെ ആകുമ്പം പിന്നെ നമ്മൾ ആ ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റിൻ്റെ ആ ഒരു റോസ്റ്റിൻ്റെ ഗ്രേവിയുടെ കൂടെ ഇതൊന്ന് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല, അതിങ്ങനെ ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല, ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ഇതിൻ്റെ ഒരു വശം അങ്ങനെ ചെറുതായിട്ടൊന്ന് നോക്കുമ്പം കളറൊക്കെ ഒന്ന് മാറിയാണ്ട് ജസ്റ്റ് ഒന്ന് കുക്കാകുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തുകൂടെ കുക്ക് ചെയ്യാം. അതല്ലാണ്ട് ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് നമ്മൾ എന്താ പറയുക മുരിഞ്ഞിട്ടിരിക്കുന്ന ടൈപ്പിലുള്ള ഫിഷ് അങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായിട്ടൊക്കെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഇത് ഇങ്ങനെ ഒരുപാടായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പതിയെ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം കൂടെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീനിൻ്റെ ഈ ഒരു വശം കൂടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിത് ഈ ഒരു പാനിൽ നിന്നും എടുത്തിട്ട് മാറ്റാം. ഇതുപോലെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റിൻ്റെ റോസ്റ്റ് തയ്യാറാക്കുന്നതും. ഈ ഒരു സെയിം പാനിൽ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പം കുറച്ച് ഓയിൽ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ആ ഒരു മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിന് വേറെ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തുള്ളതാണ്. അപ്പോൾ ഇഞ്ചി നിങ്ങൾ എടുക്കുമ്പം ഒരു ചെറിയ കഷ്ണം എടുക്കുക,
പിന്നെ വെളുത്തുള്ളി ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ പച്ചമുളക്. അത്രയും നമ്മൾ ചതച്ചെടുക്കുമ്പം ഏകദേശം ഒരു 1.25-1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ്. ഒരുപാടൊന്നും സവാള നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ല. സവാള കൂടി കഴിയുമ്പോൾ നമ്മുടെ റോസ്റ്റിന് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റും കൂടെ വരാറുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള എടുത്തിട്ട് അത് നന്നായിട്ട് കനം കുറഞ്ഞ് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ കൂടെ പറ്റും. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഓയിൽ കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സവാള അതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പം തീ നമ്മൾ മാക്സിമം കുറച്ച് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ നമ്മുടെ റോസ്റ്റിന് നല്ല കളർ കിട്ടും, എരിവ് കൂടുതൽ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു 3 മസാലപ്പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ആ ഒരു മസാലപ്പൊടിയുടെയൊക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, നമ്മൾ മീനൊക്കെ പൊരിച്ചെടുത്തുള്ളത് ഉപ്പ് ചേർത്തിട്ടാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ എല്ലാം കൂടെ പൊടിയുടെ നല്ല ഒപ്പിച്ചെടുക്കുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി നന്നായി കനം കുറഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റിന് അത്യാവശ്യം ചെറിയൊരു പുളി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെറുത് എടുക്കുകയാണെങ്കിൽ 2 എണ്ണം വരെ എടുക്കണം കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി, നല്ല കളറുള്ള നല്ല പഴുത്തിട്ടുള്ള തക്കാളി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തന്നെ കുടംപുളി കൂടെ ചേർക്കണം. അപ്പോൾ ഒരു ചെറിയ കുടംപുളി ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ ഇട്ടത് വെച്ചതാണ് ഞാനത് പെട്ടെന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. അതുപോലെ അത് സോക്ക് ചെയ്തിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഗ്രേവി വേണം നമ്മുടെ ഈ ഒരു ഫിഷ് ഫ്രൈ റോസ്റ്റിന്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കുടംപുളി ചേർത്തിട്ടുള്ള ഫിഷ് ഫ്രൈ റോസ്റ്റിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ പുളി എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് സോക്ക് ചെയ്തിട്ട് അങ്ങനെ അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് പെപ്പർ പൗഡർ ആണ്. സാധാരണ കുരുമുളകിൻ്റെ പൊടി മതി, അതായത് ബ്ലാക്ക് കളറിൽ മതി. അതൊരു 1/4 ടീസ്പൂണിനും താഴെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 2 നുള്ള് വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 നുള്ള് ഉലുവ പൊടിച്ച കൂടെ ചേർക്കാം. ഉലുവ ഞാൻ വറുത്തിട്ട്, അതായത് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചതാണ്. പെരുംജീരകവും അതെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചതാണ്. അത് രണ്ടും ഒരു 2 നുള്ള് വീതം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒരുപാട് വേണ്ട കേട്ടോ, ചെറിയൊരു ടേസ്റ്റ് കിട്ടിയാൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർക്കാം. ഇപ്പോൾ കുറച്ച് സൈസ് കൂടുതലാണ് കറിവേപ്പിലയ്ക്ക്, അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാനും നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റിലേക്ക് ഒരു ചെറിയ ഗ്രേവി കിട്ടാനും കൂടെ വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. അതുപോലെ തന്നെ ഫിഷ് ചേർക്കുന്നതിന് മുന്നേ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നോക്കുക വേണം. ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കൂടെ വേണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതായത് ഫിഷ് ഫ്രൈ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ചേർക്കാം. അപ്പോൾ ഫിഷ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കണ്ട. ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പം ആ മീൻ ഉടഞ്ഞിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മീനായിട്ട് ചേർത്തിയിട്ട് പതിയെ ഈ ഒരു മസാല ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് എന്താ പറയുക, നല്ല സ്പീഡിലൊക്കെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീനൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ അത് പതിയെ ഈ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാലയായിട്ട് പതിയെ ഓരോ മീനിലേക്കും അതിങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് നിൽക്കുന്ന രീതിക്ക് അങ്ങനെ വേണം നമ്മളിത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാല നമ്മുടെ എല്ലാ ഫിഷിലും തന്നെ ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മൂടി വെക്കുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. വളരെ ചെറിയ തീയിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും കണ്ടോ അതുപോലെ നമ്മുടെ ആ ഒരു ഓയിലും തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങനെയും വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫൈനലായിട്ട് ഇട്ട് കൊടുക്കുമ്പം പച്ചമുളകിൻ്റെ എരിവൊന്നും വല്ലാണ്ട് നമ്മുടെ റോസ്റ്റിലേക്ക് വരില്ല. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ഏത് മീനും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്.
നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.